നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോർച്ചുഗൽ യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടി. സെമി ഫൈനൽ മത്സരത്തിൽ അവർ ജർമ്മനിയെയാണ് പരാജയപ്പെടുത്തിയത്. 2-1 വിജയം നേടുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് വിജയ ഗോൾ നേടിയിരിക്കുന്നത്. 10-25 വർഷക്കാലത്തിന് ശേഷം ജർമ്മനിയെ വീഴ്ത്തുമ്പോൾ CR7 വക വിജയ ഗോൾ. നോക്കുക, ഒരിക്കൽ കൂടി ഒരു യൂറോപ്യൻ കോമ്പറ്റീഷൻ്റെ സെമി ഫൈനലിൽ നിന്ന് വിജയിച്ചുകൊണ്ട് പോർച്ചുഗൽ ഫൈനലിലേക്ക് എത്തുമ്പോൾ ക്രിസ്ത്യാനോയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ കാണാതെ പോകരുത്. അല്ലെങ്കിലും നേരത്തെ തന്നെ ക്ലബിനോടൊപ്പം മാത്രമല്ല ദേശീയ ടീമിനോടൊപ്പവും കിരീടം ചൂടിയിട്ടുള്ള ആളാണല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഒരിക്കൽ കൂടി ഫൈനലിലേക്ക് എത്തുമ്പോൾ ആരാധകർക്ക് ആവേശം വർദ്ധിക്കും, പ്രതീക്ഷയും വർദ്ധിക്കുകയാണ്. നോക്കുക, ഇതിനു മുമ്പ് യൂറോ സെമി ഫൈനൽ മത്സരം 2004 അന്ന് സെമി ഫൈനലിൽ പോർച്ചുഗലിനായിട്ട് ക്രിസ്ത്യാനോയുടെ വക ഗോളും അസിസ്റ്റും, ഒരു ഗോളും ഒരു അസിസ്റ്റും. 2016 യൂറോ കപ്പിൻ്റെ സെമി ഫൈനൽ ക്രിസ്ത്യാനോയുടെ വക ഒരു ഗോളും ഒരു അസിസ്റ്റും. 2019 യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വക 3 ഗോളുകൾ. 2025 യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ക്രിസ്ത്യാനോയുടെ വക ഒരു ഗോൾ. യെസ്, ക്രിസ്ത്യാനോ കളിച്ച സെമി ഫൈനലുകൾ, യൂറോപ്യൻ കോമ്പറ്റീഷനുകളിലെ സെമി ഫൈനലുകളിലൊക്കെ ഡിസിസീവായിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് പ്രായം എത്രയാണെന്നുള്ളത് വിഷയമല്ല. 2004 നിന്ന് 2025 10-21 വർഷക്കാലം വ്യത്യാസമുണ്ട്. പക്ഷേ അപ്പോഴും CR7 വ്യത്യാസമൊന്നുമില്ല, മാറ്റമൊന്നുമില്ല. അദ്ദേഹം തന്നെയാണ് പോർച്ചുഗലിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അങ്ങനെ തന്നെയാണ് അവർ ഒരിക്കൽ കൂടി ഫൈനലിലേക്ക് കടന്നു പോകുന്നത്. ഇത്തവണയും ആ കിരീടം സ്വന്തമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. ഇന്നലത്തെ ഗോളോടുകൂടി ഇപ്പോൾ 137 അന്താരാഷ്ട്ര ഗോളുകളായിരിക്കുന്നു. 220 അന്താരാഷ്ട്ര മത്സരങ്ങൾ. ഇതൊക്കെ റെക്കോർഡാണ്. റെക്കോർഡുകളിൽ നിന്ന് റെക്കോർഡുകളിലേക്കാണ് ക്രിസ്ത്യാനോ പറക്കുന്നത്. ഇതാ വീണ്ടും ഒരു ഫൈനലിലേക്ക് അദ്ദേഹം ഒരുങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.